ഹായ് ഓൾ, ജിനുസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിനുസ് അക്കാഡമിയിൽ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്ത് അത് അപ്ലൈ ചെയ്ത് അതിനകത്ത് റിസൾട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ റിലീസ് ചെയ്തിരിക്കുന്നത്. JINU'S Academy. Fly with your dreams. അപ്പം നമ്മൾ ഈ ഒരു OET പഠിക്കുമ്പം എപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ ഏറ്റവും ടഫ് എന്ന് കരുതുന്ന ഒരു 2 മൊഡ്യൂൾ എന്ന് പറയുന്നത് ലിസണിങ്ങും റീഡിങ്ങും ആണ്. അപ്പം നമ്മൾ ഈ ഒരു OET പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയം തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇപ്പം യൂട്യൂബിൻ്റെ സെർച്ച് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു OET പഠിക്കുന്ന കാൻഡിഡേറ്റിൻ്റെ സെർച്ച് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെർച്ച് പോയിരിക്കുന്നത് ലിസണിങ് ടിപ്സും റീഡിംഗ് ടിപ്സും ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബിൻ്റെ സെർച്ച് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിനകത്ത് എടുത്ത് നോക്കുക. അത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ വരാനുള്ളൊരു സാധ്യത ഉള്ളത്. കാരണം നമുക്ക് ടിപ്സ് വേണം ലിസണിങ്ങും റീഡിങ്ങിനും നമുക്ക് ഒരുപാട് ടിപ്സ് വേണം. അങ്ങനെ നമ്മളിങ്ങനെ ടിപ്സ് അന്വേഷിച്ച് നടക്കുകയാണ്. എവിടുന്നാണ് കിട്ടുക അല്ലേ? അങ്ങനെ നമ്മൾ ഈ ലോകത്തുള്ള എല്ലാ യൂട്യൂബ് ചാനലും നമ്മൾ റെഫർ ചെയ്യും. കാരണം ഇത് നമുക്ക് കിട്ടണല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ ഈ എല്ലാ യൂട്യൂബ് ചാനലും ഇങ്ങനെ തപ്പി നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റീഡിങ് എബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം മറ്റാർക്കും നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ല. ലിസണിങ് എബിലിറ്റി എന്ന് പറയുന്നൊരു സാധനം മറ്റൊരാൾക്ക് നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ല. ഇത് നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ടിപ്സ് ആൻഡ് ട്രിക്സിനേക്കാൾ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെ ഈ ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാം. അതായത് ഇപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലിസണിങ് എബിലിറ്റി എങ്ങനെ നമുക്ക് കൂട്ടാം. കാരണം ലിസണിങ്ങിൻ്റെ എബിലിറ്റി കൂട്ടിയാലേ നമുക്ക് സ്കോർ കിട്ടത്തുള്ളൂ. അപ്പോൾ ടിപ്സിനേക്കാൾ നമുക്ക് ആവശ്യം എങ്ങനെയാണ് ഞാൻ എൻ്റെ ലിസണിങ്ങിൻ്റെ സ്കോർ കൂട്ടേണ്ടത്, അതിന് ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ ഒരു സ്കോർ കൂടാൻ വേണ്ടി ഏത് രീതിയിലാണ് ഞാൻ ലിസണിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. മുൻകൂട്ടി ഞാനത് പറയാം, ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ലിസണിങ് എബിലിറ്റി കൂടാനായിട്ട് പോകുന്നില്ല. നിരന്തര പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ക്ഷമയാണ്. ക്ഷമയോടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കഴിവ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ആ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏത് രീതിയിൽ നിങ്ങൾ ഈ ഒരു ലിസണിങ് മൊഡ്യൂളിന് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നിങ്ങൾ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് പോകുന്നത്. ഇത് ലിസണിങ്ങിൻ്റെ സ്റ്റഡി പ്ലാനാണ് കേട്ടോ. ഇത് ലിസണിങ്ങിൻ്റെ, അതായത് ലിസണിങ് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ട് ഒട്ടും കയറി വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ലിസണിങ് സ്റ്റഡി പ്ലാനാണ് ഇന്ന് തരാൻ പോകുന്നത്. അതിൻ്റെ പോയിന്റ്സ് ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാർട്ട് എ ആണ്. പാർട്ട് എ എടുത്തിട്ട് 4 ദിവസം കണ്ടിന്യൂസ് പാർട്ട് എ മാത്രം പ്രാക്ടീസ് ചെയ്യാം. പാർട്ട് എ പ്രാക്ടീസ് ഫോർ 4 days. ഓക്കെ, ഒരു ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് 4 പാർട്ട് എ ആണ്. ഒരു ദിവസം നമ്മൾ പ്രാക്ടീസിന് എടുക്കേണ്ടത് 4 പാർട്ട് എയുടെ മെറ്റീരിയലാണ്. അതായത് A1 A2 അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ 4 മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്യണം. അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് പാർട്ട് എയുടെ ഈ ലിസണിങ്ങിൻ്റെ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ലിസണിങ്ങിൻ്റെ പാർട്ട് എ മാത്രം, അതായത് 4 മെറ്റീരിയൽ. ഇനി അതെങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് അടുത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ടോട്ടൽ എന്ന് പറയുന്നത് ഒരു 13 ദിവസത്തെ 13 days സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. 13 days സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പം ഈ ഒരു 13 ദിവസം കഴിഞ്ഞിട്ട് ഈ ഒരു 13 days സ്റ്റഡി പ്ലാൻ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചു വന്ന് ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മറ്റെന്തെങ്കിലും ഒരു ഐഡിയ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലോട്ട് വരും. അപ്പോൾ അത് എനിക്ക് നിങ്ങൾക്കൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ട് അത് നിങ്ങൾ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്ന് മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് കേട്ടോ. 4 ദിവസം ചെയ്തിട്ട് എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായില്ല എന്ന് പറയരുത്. ഞാൻ പറയുന്നത് പോലെ അടുത്ത 13 ദിവസങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാം 13 ദിവസം. ഓക്കെ, സോ നമുക്ക് സ്റ്റഡി പ്ലാനിലോട്ട് കിടക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഡേ 1 ഇപ്പോൾ 1-ാം തീയതി എന്ന് വിചാരിക്കും, ഞാൻ ജസ്റ്റ് പറയുവാണ്. ഇപ്പോൾ 1-ാം തീയതി നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഡേ 1 നമ്മൾ 4 ലിസണിങ്ങിൻ്റെ പാർട്ട് എ എടുക്കുന്നു. ഓക്കെ, അതിൻ്റെ നമ്മുടെ 1-ാമത്തെ മെറ്റീരിയൽ 4 മെറ്റീരിയൽ 1-ാമത്തെ മെറ്റീരിയൽ എടുത്തു, നിങ്ങൾ പാർട്ട് എ ചെയ്തു. പാർട്ട് എ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഒരു 15 മാർക്കാണെന്ന് വിചാരിക്കുക. ഔട്ട് ഓഫ് 24 നിങ്ങൾക്ക് ഒരു 12 അല്ലെങ്കിൽ 15 നിങ്ങൾക്ക് മാർക്ക് കിട്ടി.
നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ ഉടനെ എന്താ സാധാരണ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ബാക്കിൽ ആൻസർ കീ വെച്ച് ക്രോസ് ചെക്ക് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ആൻസർ മനസ്സിലാക്കിയിട്ട് അടുത്ത മെറ്റീരിയലിലോട്ട് പോകും. അല്ല, നിങ്ങൾ ചെയ്യുമ്പം നമുക്ക് ഇവിടെ ഒരിക്കലും നിങ്ങൾ ആൻസർ കീ യൂസ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നാമത്തെ പാർട്ട് എ എടുക്കുന്നോ, നിങ്ങൾ ആ പാർട്ട് എയുടെ നിങ്ങൾ യൂട്യൂബിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ സബ് ടൈറ്റിൽ നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. സബ് ടൈറ്റിൽ ഇട്ട് ആരും പ്രാക്ടീസ് ചെയ്ത് സബ് ടൈറ്റിൽ ഓഫ് ചെയ്തതിന് ശേഷം യൂട്യൂബിൽ ഒരു മെറ്റീരിയൽ എടുക്കുന്നു, നിങ്ങൾ പാർട്ട് എ എടുക്കുന്നു, ചെയ്യുന്നു. നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് 15 മാർക്കേ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. ഓക്കെ, വീണ്ടും റിപ്പീറ്റ് ഇറ്റ്. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പോലെ ഒരു 2 ആൻസറും കൂടെ അതിന് ചിലപ്പോൾ കിട്ടും. നിങ്ങൾ ഉടനെ പോയി പുറകിൽ ആൻസർ കീ നോക്കരുത്. നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങൾക്ക് 15-ന് എങ്ങനെ പോലും ഒന്നോ രണ്ടോ മാർക്കെങ്കിലും കിട്ടാതിരിക്കില്ല. നിങ്ങൾക്കൊരു 17 കിട്ടി. വീണ്ടും നമ്മൾ 3rd ടൈം റിപ്പീറ്റ് ചെയ്യുന്നു. മേ ബി നിങ്ങൾക്ക് ഒരു ആൻസറേ കിട്ടുള്ളൂ. 4th ടൈം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു, ചിലപ്പോൾ ആൻസർ. അങ്ങനെ നമ്മൾ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് 4 ആൻസറേ കിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. സോ മൊത്തം നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 24 നമ്മുടെ സ്കോർ എന്ന് പറയുന്നത് എത്രയാണ്? 19 മാർക്കേ നമുക്ക് കിട്ടിയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും? ബാക്കിൽ പോയിട്ട് ആൻസർ കീ നിങ്ങൾ നോക്കരുത്. ഇനി നമ്മൾ 4 പ്രാവശ്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ നിങ്ങൾ കിട്ടുന്നു അത്രത്തോളം നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് 15 15, 20 20, 19 19. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ ആൻസർ കീ നോക്കാതെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി സബ് ടൈറ്റിൽ ഓൺ ചെയ്യുക. സബ് ടൈറ്റിൽ ഓൺ ചെയ്തിട്ട് കെയർഫുള്ളി ഓഡിയോയുടെ കൂടെ കെയർഫുള്ളി നിങ്ങൾ ആ സബ് ടൈറ്റിലും കൂടെ വായിച്ച് പോകുമ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ കിട്ടും. അപ്പം നിങ്ങൾക്ക് 1ാമത്തെ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ 2ാമത്തെ പ്രാവശ്യം വീണ്ടും സബ് ടൈറ്റിൽ വെച്ച് നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ ഈ 24 ആൻസറും സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ച് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം. 4 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ 5ഉം 6ഉം തവണ നിങ്ങൾ സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ച് തന്നെ നിങ്ങൾ ആൻസർ പിക്ക് ചെയ്യണം. അല്ലാതെ പുറകെ പോയി ആൻസർ കീ നോക്കുന്ന പരിപാടി ഈ മെത്തേഡിൽ ഇല്ല. മനസ്സിലായോ? ഇതിൽ നിന്ന് തന്നെ, കാരണം നിങ്ങൾക്കറിയാം യൂട്യൂബിലെ പല ആൻസർ കീകളും നമുക്ക് തെറ്റാണ്, റോങ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ സബ് ടൈറ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ചില ആൻസർ തെറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ആ മെറ്റീരിയലിൻ്റെ ആൻസർ കീ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന അക്കാഡമിയിൽ നിന്ന് കിട്ടണേ അത് വെച്ച് നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈനലി ക്രോസ് ചെക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഇത് ആദ്യം ചെയ്യുന്ന പരിപാടിയിൽ ആദ്യത്തെ 4 പ്രാവശ്യം നമ്മൾ ചെയ്ത് എത്ര നമുക്ക് സ്കോർ കിട്ടുന്നു അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് 2 ടൈംസ് സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ച് തന്നെ ചെയ്യും. സമയം എടുക്കുന്ന പരിപാടിയാണ്, ഡെഫിനറ്റ്ലി ടൈം എടുക്കുന്ന പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ 24 ആൻസർ കിട്ടി. നമ്മൾ ആ മെറ്റീരിയൽ എടുത്ത് മാറ്റി വെച്ചു. അടുത്ത മെറ്റീരിയൽ ചെയ്യുന്നു. ഇച്ചിരി പണിപ്പാടാണ് കേട്ടോ. അടുത്ത മെറ്റീരിയൽ എടുക്കുന്നു. അടുത്ത എ പാർട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നു. നിങ്ങൾക്ക് അന്നേരവും ഒരു 14 13 സ്കോർ കിട്ടി. റിപ്പീറ്റ് 4 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. 5ഉം 6ഉം തവണ നമ്മൾ സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് ഇത് വീണ്ടും കേൾക്കുന്നു. ഇതിൻ്റെ ആൻസർ പരമാവധി അതിൽ നിന്ന് പിക്ക് ചെയ്യുന്നു. സബ് ടൈറ്റിൽ 2 പ്രാവശ്യം വെച്ച് ഓൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല രീതിക്ക് ആൻസർ കിട്ടും. എന്നിട്ടും ആൻസർ കിട്ടാത്തത് മാത്രം നിങ്ങൾ ബാക്കിൽ പോയി റെഫറൻസ് എടുക്കാവുള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ആൻസർ കീ കറക്റ്റ് ആണെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അതിൻ്റെ ആൻസർ കീ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇങ്ങനെ നമ്മൾ ആദ്യത്തെ 4 ദിവസം എ പാർട്ടിന് വേണ്ടി മാത്രം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ 4 ദിവസം എ പാർട്ടാണ്, പിന്നെ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് സി ആണ്. ഇങ്ങനെയാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ ഏത് പാർട്ട് ഏത് ദിവസം ചെയ്താലും എല്ലാ ദിവസവും ഒരു കംപ്ലീറ്റ് മെറ്റീരിയലും ഇതിനോടൊപ്പം ചെയ്തു പോകണം. അതായത് ആദ്യത്തെ 4 ദിവസം ഞാൻ പറഞ്ഞു എ പാർട്ട് മാത്രം ചെയ്യാൻ പറഞ്ഞു. ആൻഡ് അറ്റ് ദ എൻഡ് ആ ഒരു ദിവസത്തിൻ്റെ ലാസ്റ്റ് നിങ്ങൾ എയും ബിയും സിയും ഒരുമിച്ച് ഒരു മെറ്റീരിയൽ കവർ ചെയ്തിരിക്കണം. മനസ്സിലായോ? ഫുൾ ആയിട്ട് നിങ്ങൾ കവർ ചെയ്യണം. അങ്ങനെ ചെയ്തേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ 4 ദിവസം നമ്മൾ എ പാർട്ട് മാത്രം ഫോക്കസ് ചെയ്യുന്നു. 2ാമത്തെ ദിവസം വീണ്ടും എ പാർട്ട്, 3 എ പാർട്ട് 4, അങ്ങനെ 4 ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. ഈ 4 ദിവസം ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യും, ബിയും സിയും കവർ ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളത് 4th ഡേയിൽ തന്നെ, അല്ലെങ്കിൽ ഒരു 3rd to 4th ഡേയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ വന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ രീതിയിൽ വേണം പാർട്ട് എ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓൾറൈറ്റ്, ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്കറിയാം, ലിസണിങ്ങിൻ്റെ എ പാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൺസൾട്ടേഷൻ ആണ് അല്ലേ, ഒരു ഡോക്ടർ പേഷ്യൻ്റ് കൺസൾട്ടേഷൻ ആണ് എപ്പോഴും നമുക്ക് ലിസണിങ്ങിൻ്റെ എ പാർട്ട് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത് നമ്മൾ ജമ്പ് ചെയ്യാനായിട്ട് പോകുന്നത് പാർട്ട് എയിൽ നിന്ന് നേരെ പാർട്ട് സിയിലോട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് സിയിൽ നമുക്ക് ഇതുപോലെ കൺസൾട്ടേഷൻ ഉണ്ട്. എ പാർട്ടും കൺസൾട്ടേഷൻ ആണ്, അതുപോലെ തന്നെ സി പാർട്ടിലും നമുക്ക് കൺസൾട്ടേഷൻ വരാറുണ്ട്.
എ പാർട്ട് ആകുമ്പം പതുക്കെ നിർത്തി ആണ് കുറച്ച് അവർ പോകുന്നത്. സി ആകുമ്പോൾ അങ്ങനെയല്ല, കുറച്ച് ലിബറലി ടോക്ക് ചെയ്താണ് പോകുന്നത്. പക്ഷേ രണ്ടും കൺസൾട്ടേഷനാണ്. അതുകൊണ്ടാണ് പാർട്ട് എ കഴിഞ്ഞാൽ നേരെ പാർട്ട് സിയിലോട്ട് വരിക എന്ന് ഞാൻ പറഞ്ഞത്. പാർട്ട് സിയിൽ ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ള പോർഷൻ ഉണ്ടല്ലോ, അതെടുക്കുക. ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് 3 ദിവസത്തെ സ്റ്റഡി പ്ലാൻ. അപ്പോൾ ആദ്യത്തെ എ പാർട്ട് 4 ദിവസം, അടുത്തത് സിയുടെ ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് നമ്മൾ 3 ദിവസമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ 3 ദിവസവും നിങ്ങൾ 4 മെറ്റീരിയൽ വെച്ച് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻ എടുത്തു, 4 എണ്ണം, ഇന്നൊക്കെയുള്ള 4 എണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അതിൻ്റെ ഒന്നാമത്തെ മെറ്റീരിയൽ എടുക്കുന്നു, നമ്മൾ ചെയ്യുന്നു. നമുക്ക് ലൈക്ക് ഒരു 2 ആൻസറേ കിട്ടിയുള്ളൂ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ടൈം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, തേർഡ് ടൈം റിപ്പീറ്റ് ചെയ്യുന്നു, ഫോർത്ത് ടൈം റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 4 ആൻസറെങ്കിലും കിട്ടിക്കാണെന്ന് വിചാരിക്കും. ബാക്കി ആൻസറിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് ബാക്കി 2 പ്രാവശ്യം കൊണ്ട് പിടിച്ച് ബാക്കിയുള്ള ആൻസർ നിങ്ങൾ എടുക്കണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ സി പാർട്ട് ഇവർ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ഇവർ പറയുന്ന കണ്ടന്റ് ഉണ്ടല്ലോ, ആ കണ്ടന്റ് മലയാളത്തിൽ നമ്മുടെ മനസ്സിലും കൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇല്ലെങ്കിൽ നമുക്കറിയാം ഒരു കഥ ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് നമ്മുടെ ലാംഗ്വേജിൽ നമ്മൾ മനസ്സിലാക്കിയാലേ നമുക്ക് മനസ്സിലിരിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് ഇരിക്കത്തില്ല. അപ്പം ഇവർ പറയുന്ന ഈ കണ്ടന്റ് മലയാളത്തിലും കൂടെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് 6 ആൻസർ കിട്ടുന്നതോടെ വരെയും ചെയ്യുക. 4 പ്രാവശ്യം ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ച് അടുത്ത 2 പ്രാവശ്യം ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ 3 ദിവസം പ്രാക്ടീസ് ചെയ്യണം. ഒരു ദിവസം 4 മെറ്റീരിയൽ വെച്ച് ചെയ്യണം. കുറച്ച് കട്ടിയാണ്, ബോറിംഗ് ആണ്, മടുപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് പാസ് ആവണമെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതാണ് ഒരു സി പാർട്ടിൻ്റെ 3 ദിവസം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 5 days പ്ലാനാണ് അടുത്തത്. ഓക്കെ, 5 ദിവസം. അടുത്ത 5 ദിവസം നമ്മൾ മാറ്റി വെക്കാനായിട്ട് പോകുന്നത് ഏതാണ്, നമ്മൾ പ്രസൻറ്റേഷൻ ടൈപ്പ്, അതായത് മോണോലോഗ് പ്രസൻറ്റേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ 4 എണ്ണം ഒരു ദിവസം 4 എണ്ണം വെച്ച് തന്നെ ചെയ്യുക. 5 ദിവസമാണ് ഇത് നിങ്ങൾ പ്രാക്ടീസ് ടൈം എന്ന് പറയുന്നത്. പ്രസൻറ്റേഷൻ്റെ പ്രാക്ടീസ് ടൈം 5 ദിവസമാണ്. ഒരു ദിവസം 4 മെറ്റീരിയൽ വെച്ച് ഇത് നിങ്ങൾ ചെയ്യണം. ഈ പറഞ്ഞതുപോലെ തന്നെ റിപ്പീറ്റ് 4 പ്രാവശ്യം കേൾക്കുക. എന്നിട്ട് കിട്ടിയില്ല സബ് ടൈറ്റിൽ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കേട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ പിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറ്റ് ദ ലാസ്റ്റ് ഇത്രയും കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആൻസർ ചെയ്യാൻ നോക്കാൻ പാടുള്ളൂ. ഇതും കാര്യങ്ങൾ നിങ്ങൾ ഇതിൻ്റെ കണ്ടന്റ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര ദിവസമായി, 4 days എ പാർട്ടായി, പിന്നെ ഒരു 3 days നമുക്ക് ലൈക്ക് സി പാർട്ടിൻ്റെ ഇൻ്റർവ്യൂ ആയി, പിന്നെ ഒരു 5 days നമുക്ക് സി പാർട്ടിൻ്റെ പ്രസൻറ്റേഷൻ ടൈപ്പായി. അപ്പോൾ ടോട്ടൽ 12 days ആയി. അങ്ങനെ നമ്മുടെ 12 ദിവസം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒരു ദിവസമാണ് അല്ലേ, 13ാമത്തെ ദിവസം. ഈ 13ാമത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ബി പാർട്ടാണ്. ഈ 12 ദിവസം ആത്മാർത്ഥമായിട്ടൊരു ഹാർഡ് വർക്ക് ഇട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിന് 13ാമത്തെ ദിവസം ബി പാർട്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് അതിനകത്ത് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. ഈ 13ാമത്തെ ദിവസം ബി പാർട്ട് ചെയ്യുമ്പോഴും ഒരു ദിവസം 4 മെറ്റീരിയൽ വെച്ച് തന്നെ നിങ്ങൾ ചെയ്യണം. ഈ ഒരു ടഫ് ആൻഡ് ടൈറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്റ്റഡി പ്ലാനിൽ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ലിസണിങ് എബിലിറ്റി കൂട്ടാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അല്ലാതെ ഇതൊരു ടിപ്പല്ല. നമ്മൾ ഈ ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു ടിപ്പല്ല. നമ്മുടെ മെമ്മറിയുടെ പവർ നമ്മൾ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ കൂടെ. നമ്മുടെ മെമ്മറിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണിത്. അല്ലാതെ ഇതൊരു ടിപ്പോ അല്ലെങ്കിൽ ട്രിക്കോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ലിസണിങ് എന്ന മൊഡ്യൂൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അത് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാവണം. അപ്പം ആ ഒരു കഴിവാണ് നിങ്ങൾ ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഒരു ഫുൾ മെറ്റീരിയൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കുക. അത് മുടക്കം വരുത്താനായിട്ട് പാടില്ല. അതുപോലെ നിങ്ങൾ ആ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽ ഡെയിലി ഒരു മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ആ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയലും നിങ്ങൾക്ക് ഫുൾ ആൻസർ കിട്ടുന്നോടം വരെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അപ്പം നിങ്ങൾ ചോദിക്കും 24 മണിക്കൂർ തികയുമെന്ന്. ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഏതൊരു കാര്യം എളുപ്പമല്ല. എളുപ്പമാക്കുന്നത് നമ്മൾ തന്നെയാണ്. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും എളുപ്പമല്ല, ഏതൊരു ജോലി എളുപ്പമല്ല. അതിനെ എളുപ്പമാക്കുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. എനിക്കിത് പാടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എനിക്കിത് പാട് തന്നെയാണ്, എനിക്ക് ഒരിക്കലും ഇത് പൊക്കാൻ പറ്റത്തില്ല, പക്ഷെ ഐ ക്യാൻ ഡൂ ദിസ് എന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ. പക്ഷെ അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. സോ ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ജോലിക്ക് പോകുന്നവർക്ക് ഇത് പോസിബിൾ ആവാൻ സാധ്യത കുറവാണ്. പക്ഷേ
OET എന്ന് പറഞ്ഞ് ഇതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എങ്ങനെയെങ്കിലും ഫോളോ ചെയ്ത് 13 ദിവസം നിങ്ങൾ അതികഠിനമായ ഒരു ജേണി ആണെന്ന് തന്നെ നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ഇത് പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്കോറിൽ മാറ്റം വരും. പ്ലീസ് അപ്ഡേറ്റ് യുവർ റിസൾട്ട് ബിലോ ദിസ് വീഡിയോ. അങ്ങനെയെങ്കിൽ മറ്റ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ജിനൂസ് അക്കാഡമി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. താങ്ക് യു. ബൈ ബൈ.